ഹാർപ്പർ ബ്രേക്കിംഗ് കിട്ടും, കുറച്ചും കൂടെ കംഫർട്ടബിൾ റൈഡ് കിട്ടും. This is Koji Machan and welcome back to another vlog. So ഇത് CBU വേർഷനാണ് നമ്മുടെ Kawasaki 230യുടെ KLX 230യുടെ CBU വേർഷനാണ് വിത്ത് ഡുവൽ ചാനൽ ABS. മച്ച് മോർ ബെറ്റർ ക്വാളിറ്റി ആൻഡ് ബെറ്റർ ഫീൽ എന്ന് വേണമെങ്കിൽ പറയാം, റൈഡ് ഫീൽ ആയാലും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഇത് വേണോ അതോ ഇന്ത്യൻ വേർഷൻ KLX 230 എടുക്കണമെന്നാണ് ഏറ്റവും വലിയ ആൾക്കാരുടെ ഡൗട്ടുള്ളത്. അത് നമുക്ക് ഇന്ന് തീർത്ത് കൊടുക്കാം ഈ ഒറ്റ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഫുൾ കാണാൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ പ്രീവിയസ് എൻ്റെ KLX 230യുടെ ഇന്ത്യൻ വേർഷൻ്റെ റിവ്യൂ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഷോറൂമിൽ പോയി ഇതെടുത്തിട്ട് ഇറങ്ങിയിട്ടോ. ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ദ റൈഡ് ക്വാളിറ്റി. രണ്ട് വണ്ടിയുടെയും റൈഡ് ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട്. മെയിൻ വ്യത്യാസം എനിക്ക് തോന്നിയത് സസ്പെൻഷൻ വൈസാണ്. പിന്നെ ബ്രേക്സും സസ്പെൻഷനും ക്വാളിറ്റി, ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന പാർട്സിൻ്റെ ക്വാളിറ്റിയും ആ ഒരു ഓടിക്കുമ്പോഴൊരു ഫീല് തന്നെ ടോട്ടലി ഒരു ഡിഫറെൻ്റാണ് നമ്മുടെ ഇന്ത്യൻ വേർഷൻ വെച്ച് നോക്കുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ വണ്ടിമേ കയറിയിരിക്കാം. വെയിറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ, 139 kg സീറ്റായിട്ടും ഓൾമോസ്റ്റ് സെയിം തന്നെ. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ ഷോയുടെ സസ്പെൻഷനാണ്. നോക്കാൻ ഇരിക്കുമ്പോൾ തന്നെ എന്താ സുഖം, ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇത് ഇന്ത്യൻ ബൈക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കണ്ടോ സീറ്റായിട്ട് ഞാൻ സോഫ്റ്റ് സസ്പെൻഷനാണ്. എനിക്ക് ഹാഫ് ഫുട്ടാണ്, പക്ക ഹാഫ് ഫുട്ടാണ്. ഈസി ആയിട്ടിരിക്കാം, ഈസി ടു ഹാൻഡിൽ, എല്ലാം അടിപൊളി. സസ്പെൻഷൻ സൗണ്ടും എക്സോസ്റ്റ് സൗണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിന് ആപ്പ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ റിയൽ സ്വിച്ച് ഓഫ് ചെയ്യാം. ഈ ഒരു ബാറും കണ്ടോ, അതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട്. ഓൾറെഡി ഞാൻ 0 to 100 ഒക്കെ ചെയ്തതാണ് ഈ വണ്ടിയുടെ. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ വേണേൽ ചെയ്ത് കാണിച്ചു തരാം. 0 to 100 ഓഫ് ദിസ് ബൈക്ക്. 3, 2, 1 ലെറ്റ്സ് ഗോ. കണ്ടോ, ഫോർത്ത് ഗിയർ ഓൾമോസ്റ്റ് സെയിം ആ ഒരു സ്പീഡിൽ തന്നെ രണ്ട് വണ്ടിയും കട്ട് ഓഫ് ആവണത്. ഇതിൽ കൂടുതലും വൈബ്രേഷൻസ് കുറവാണ് കമ്പയർഡ് ടു ഇന്ത്യൻ വേർഷൻസ്. പക്ഷേ ഇനീഷ്യൽ പവർ ഇന്ത്യൻ വേർഷൻ തന്നെയാണ്. ആ ഒരു ഇനീഷ്യൽ ടോർക്ക് കുറച്ച് കൂടുതൽ ആ ഒരു ഇന്ത്യൻ വേർഷൻ തന്നെ നമുക്ക് ഫീൽ ചെയ്യണം. വൈബ്രേഷൻസ് പൊതുവേ ഹാൻഡിൽ ബാർ സൈഡിൽ നിന്ന് എനിക്ക് കുറവായിട്ട് തോന്നിയ ഹയർ RPMസിൽ. നമ്മുടെ ഇന്ത്യൻ വേർഷനിൽ കുറച്ചും കൂടെ കൂടുതൽ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. മെയിൻ അടുത്തൊരു ക്വാളിറ്റി ഡിഫറൻസ് ഇൻ ദ സസ്പെൻഷൻ ഒരു രക്ഷയില്ല. മറ്റേതിൽ നിന്ന് കിട്ടുന്ന അടികളും കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. സസ്പെൻഷൻ ഈസ് ടു ഗുഡ്. ഷോവയുടെ സസ്പെൻഷനാണ് ആ ഒരു 1,60,000 രൂപ കൂടുതലും. പിന്നെ ഈ സസ്പെൻഷൻ്റെ വിലയെന്ന് തന്നെ വേണേൽ പറയാം കേട്ടോ. ഇത്രയും ഒരു ഷോവയുടെ സസ്പെൻഷൻ വാങ്ങി നമ്മൾ ആ ഒരു KLX 230യിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും 1,00,000 രൂപയൊക്കെ വരും. അപ്പോൾ സസ്പെൻഷൻ ഈസ് ടു ഗുഡ് ഫോർ ദിസ് ബൈക്ക്. അടിപൊളി സസ്പെൻഷനാണ്, ഭയങ്കര വ്യത്യാസമുണ്ട്. ആ റൈഡ് ക്വാളിറ്റി ആയാലും കുറച്ചും കൂടെ വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ ആണെന്ന് എനിക്കൊരു ഫീൽ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഹാൻഡിൽ ബാറിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടെ വിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇത് ഓൾമോസ്റ്റ് 10,000 കിലോമീറ്റർ ആയിട്ടത് 10,095 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട് ഈ വണ്ടി. ആൻഡ് ഇതിനും ഗിയർ പൊസിഷൻ ഇല്ല. ഇതെന്ന് വെച്ചാൽ ബാറ്ററി സെൻസറാണ്. ഇവിടെ ബാറ്ററിയുടെ ആ ഒരു സിമ്പിളാണ് കാണിക്കുന്നത്. ഇവിടെ ആപ്പും പിന്നെ ഫ്യൂൽ ഗേജ് മറ്റേതിൻ്റെ ഓൾമോസ്റ്റ് സെയിം തന്നെ. ആൻഡ് ഇതിൻ്റെ പാർട്സ് ക്വാളിറ്റി ഓബിയസ്ലി കൂടുതലാണ്. അതേപോലെ പാർട്സിൻ്റെ കോസ്റ്റും കൂടുതലായിരിക്കും. ആൻഡ് ഇതിൽ നെക്സ്റ്റ് എനിക്ക് ഒരു വ്യത്യാസം തോന്നി ഇതിൻ്റെ ബ്രേക്സ് ആണ്. ബ്രേക്സ് ഈസ് മച്ച് ബെറ്റർ എന്ന് ഉദ്ദേശിച്ചത് കുറച്ചും കൂടെ ഷാർപ്പാണ്. അതിൻ്റെ ബ്രേക്കിംഗ് കൊള്ളൂല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇതിൻ്റെ ബ്രേക്സ് ഭയങ്കര ഷാർപ്പാണ്. നമ്മൾ കണ്ടോ ആ കുത്തൽ കണ്ടോ, അതിൻ്റെ അത്രയും കുത്തില്ല. അത് കുറച്ചും കൂടെ പ്രോഗ്രസീവ് ബ്രേക്കിംഗ് ആണ്. ഇത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ ട്രാവലൊക്കെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡൈവ് കൂടുതലാണ് കേട്ടോ ഈ വണ്ടിക്ക്. ഇതൊന്നും ഒരു വിഷയമില്ലാണ്ടാണ് വണ്ടി ടേക്ക് കെയർ ചെയ്യണത്. ഇരുന്നിട്ടായാലും ഒരു അടിയോ മറ്റേതിൻ്റെ ഹാൻഡിൽ ബാറിലും നമുക്ക് ചില സമയത്ത് നമുക്ക് ചെറിയ അടിയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇതിനൊന്നും ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ. പിന്നെ 10 mm കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ മെയിൻ ഒരു സാധനം ഇതിന് ഞാൻ എടുത്ത് പറയേണ്ടതാണ്. മറ്റേതിൻ്റെ സസ്പെൻഷനും ഇതിൻ്റെ സസ്പെൻഷനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ആ ഒരു താഴെ ഫോർക്കിൻ്റെ ലെങ്ത്തിലാണ് മെയിൻ ഒരു വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഫോർക്ക് ലെങ്ത്ത് ഇത് തന്നെ കണ്ടോ, ഓൾറെഡി കുറേ സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോർക്ക് ശരിക്കും ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ, ഒരു ഹാർഡ് കോർ ട്രെയിൽസൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സാധനം ഇടിക്കും കണ്ടോ. ഇതിൻ്റെ തന്നെ ഓൾറെഡി ഇടിക്കുന്നു, മറ്റേത് കുത്തി ഇടിച്ച് നിൽക്കും. അത്രയും വ്യത്യാസമുണ്ട്. പിന്നെ കണ്ടോ ഷോവയുടെ സസ്പെൻഷൻ എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഈ ഒരു എൻഡ്യൂറോ. പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഈ സാധനം. കൈ പൊള്ളൂല. മറ്റേതിൻ്റെ കൈ പൊള്ളിയത് നിങ്ങൾ കണ്ടു ആൾക്കാരുടെ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ഇതെല്ലാം ആലോചിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോണത് നിങ്ങൾ എക്സ്ട്രാ
1,60,000 റുപ്പീസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ സീറ്റിൻ്റെ കംഫർട്ട് ഇല്ലാത്തതും നമുക്ക് ഇതിൽ കോമ്പൻസേറ്റ് ചെയ്ത് വേണേൽ പോവാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുറച്ചും കൂടെ ലോങ്ങർ നിങ്ങൾക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ വേർഷനിൽ കുറച്ചും കൂടെ ലോങ്ങർ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഡ്യുവൽ ചാനൽ ABS ആണ്. നമ്മൾ സ്ഥിരം പോണ ആ റൂട്ടിൽ നിന്ന് പോയി നോക്കാം കേട്ടോ. കണ്ടോ, ഇതൊന്നും ഭയങ്കര ഒരു അടി ഫ്രണ്ടിലത്തെ ഹാൻഡിലോ അങ്ങനെയൊന്നും എവിടെയും നമ്മൾ അറിയുന്നില്ല കേട്ടോ. ഞാൻ അത്ര പ്രോ ഒന്നുമല്ല കേട്ടോ ഓഫ് റോഡിൽ. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളിൽ എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. റേസൊക്കെ ഓടിക്കുന്നവർക്ക് ഇതൊക്കെ വല്ല പുല്ല് പോലെ എടുത്തിട്ട് പോവാം. ഓ ഓ പറന്നൊക്കെ പോണ വണ്ടി. എഴുന്നേറ്റ് നിൽക്കാനൊന്നും ഒരു വിഷയമില്ലട്ടോ. എൻ്റെ ഫുഡ് പെക്സ് കുറച്ചും കൂടെ വൈഡറാണ്. എനിക്ക് കാല് വെക്കാനൊരു കുറച്ചും കൂടെ സ്പേസ് കിട്ടിയ പോലത്തെ ഒരു ഫീലുണ്ട് സത്യം പറഞ്ഞാൽ. ആണോ, ഇവിടെ നമ്മുടെ ആ ഒരു സെയിം ഓഫ് റോഡ് സ്പോട്ട് ഉണ്ട്. ഇരുന്നായാലും കണ്ടോ സുഖമായിട്ട് പോവാം, ഒരു കുഴപ്പമില്ല. ഓ ഓ ഓ കൊള്ളാം, ഇതിലൊക്കെ സുഖമായിട്ട് പോകട്ടോ, ഒരു കുഴപ്പമില്ലാണ്ട്. കണ്ടോ, ഇരുന്നിട്ടായാലും ഇരുന്ന് പറക്കാം നമുക്ക്. ഓ വഴി തൂറല്ലേ പട്ടി, വഴി തൂറല്ലേ, ഒന്നും അറിയില്ല കേട്ടോ. ഭയങ്കര, അതായത് ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര ഇങ്ങനെ ആ ഒരു സോഫ്റ്റർ ഫീലാണ് നമുക്ക്. ആ ഒരു മോശമായ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കംഫർട്ടബിളായിട്ട് നമ്മളെ കൊണ്ടുപോകും കേട്ടോ, ഈസി ആയിട്ട്. അതാണ് എനിക്ക് ഈ ഒരു CB വേർഷനിൽ ഇഷ്ടപ്പെട്ട ഒരു മെയിൻ കാര്യം. സീറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, അതേ ഹാർഡ് സീറ്റൊക്കെ തന്നെയാണ്, സീറ്റിനൊരു വ്യത്യാസമൊന്നുമില്ല. ബട്ട് ഓവറോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ആൻഡ് അത് കൂടാണ്ട് ഇതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആ ഒരു സെയിം സ്മൂത്ത്നെസ്സും കാര്യങ്ങളാണ് എനിക്കിതിൻ്റെ ആ ഒരു ഗിയർ ബോക്സിൽ നിന്ന് കിട്ടിയേട്ടോ. അപ്പോൾ ഗിയർ ബോക്സ് വൈസൊക്കെ ഓൾമോസ്റ്റ് ഒരു സെയിം ഫീല് തന്നെയാണ് എനിക്ക് രണ്ട് വണ്ടിയിൽ നിന്നും കിട്ടിയേക്കണത്. പിന്നെ ഇതിന് ത്രോട്ടിൽ ചെയ്യുമ്പോൾ ഇതിന് സൗണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു ആ ഒരു എയർ ബോക്സിൻ്റെ ഒരു സൗണ്ട് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യണം. മറ്റേന്ന് എക്സോസ്റ്റിൻ്റെ സൗണ്ടായിരുന്നു കൂടുതൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എൻജിൻ സൈഡിൽ നിന്നുള്ള ആ ഒരു വർക്കിംഗ് സൗണ്ടായിരുന്നു. പക്ഷേ ഇത് കൂടുതലും ആ ഒരു എയർ ബോക്സ്, ആ ഒരു നമ്മൾ ഫിൽറ്ററൊക്കെ വെച്ചുള്ള ആ ഒരു ഫീലായിരുന്നു എനിക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടണത്. അപ്പോൾ അത് നല്ല ഒരു രസമുണ്ട്. ഇതിൻ്റെ സൗണ്ട് കുറച്ചുകൂടെ കേൾക്കാൻ വേണ്ട, ആ ഒരു കൈ കൊടുക്കുമ്പോൾ നല്ല രസമുണ്ട്. ആൻഡ് യെസ്, ബാക്കി മീറ്റർ സെറ്റപ്പും എല്ലാ കാര്യങ്ങളും സെയിം തന്നെ കേട്ടോ. മറ്റേതിൻ്റെ എന്തായിരുന്നോ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുക. ആ ഒരു 6th ഗിയറിൽ 50 പോയിട്ട് കൈ കൊടുത്താൽ ഒരു നോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് വണ്ടി നല്ല ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. ബട്ട് ഇതും ഞാൻ ടൂറിങ് അല്ല, ദിസ് ഈസ് ഓൾസോ ഫോർ ട്രെയിൽ റൈഡിങ്. പക്ഷേ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഇന്ത്യൻ വേർഷനെക്കാളും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം അല്ലേ? നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഇനി നിങ്ങൾ ഇന്ത്യൻ വേർഷൻ എടുത്താൽ പണി പാളുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വേർഷൻ എടുക്കണോ, ഇന്ത്യൻ വേർഷൻ്റെ അവസ്ഥ എന്താണ്, പുതിയ എൻജിനാണോ? പക്ഷേ അതിൽ കോമ്പണൻസ് ഒക്കെയാണ് വ്യത്യാസം. ഓൾമോസ്റ്റ് സെയിം കോമ്പണൻസിൻ്റെ ക്വാളിറ്റിയും പാർട്സ് ക്വാളിറ്റിയാണ് മെയിൻ വ്യത്യാസം. അതെടുത്താൽ പണി കിട്ടുമെന്ന് ചോദിച്ചാൽ അറിയില്ല. വണ്ടി അവരിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, ഇറങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും. ബട്ട് സർവീസ് കോസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം ഫോർ ബോത്ത് ദ ബൈക്സ്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ട് നിങ്ങൾ ഇതെടുക്കണോ ഇതെടുത്താൽ ആ 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് നിങ്ങൾ എടുത്താൽ കുറച്ചും കൂടെ അതും വിത്ത് ഷോവയുടെ സസ്പെൻഷൻ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എങ്ങനെ പോയാലും 1 ലക്ഷം രൂപയ്ക്ക് മേളിലാവും. അപ്പോൾ ഷോവയുടെ സസ്പെൻഷൻ ഒക്കെ ആലോചിച്ച് നിങ്ങൾ എടുക്കുന്ന ഒരാളാണ്, കുറച്ചും കൂടെ ബെറ്റർ കംഫർട്ട് വേണം എന്നൊക്കെ നോക്കുവാണെങ്കിൽ ട്രെയിൽസൊക്കെ പോകുമ്പോൾ ഐ വുഡ് റെക്കമെൻഡ് ദിസ് CB വേർഷൻ. അതല്ല, പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ KLX 230 ഇന്ത്യൻ വേർഷൻ ഒരു വാല്യൂ ഫോർ മണി ട്രെയിൽ ബൈക്ക് എന്ന് വേണേൽ പറയാം നമുക്ക്. ട്രെയിൽ, കാര്യം 7.6 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി, 30 to 35 നിങ്ങൾക്ക് മൈലേജ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ യു ക്യാൻ ഒബ്വിയസ്ലി ഓപ്റ്റ് ഫോർ ഇന്ത്യൻ വേർഷനിൽ ഉണ്ടാവും. അത് വില കുറയുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും, കംഫർട്ടിന് ഡിഫറൻസ് ഉണ്ടാവും. അത് ആണ് നമ്മൾ മെയിനായിട്ട് മനസ്സിൽ വെക്കേണ്ടത്. പക്ഷേ ആ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ട്രെയിൽ റൈഡിങ് ആണ്. ഒബ്വിയസ്ലി ട്രെയിൽസൊക്കെ പോകുമ്പോൾ നമ്മൾ അത്ര കംഫർട്ട് നോക്കാറില്ല. പൊതുവേ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു ട്രെയിൽ കംപ്ലീറ്റ് ചെയ്ത് ഈസി ആയിട്ട് കൊണ്ടുനടക്കുക. റൈഡ് ചെയ്യാനൊക്കെ രണ്ടും ഈസി തന്നെയാണ്. സെയിം വെയിറ്റ് ആണ്, സെയിം ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബ്രേക്സ് അതിൻ്റെ കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആണ്. പിന്നെ അതിൽ സിംഗിൾ ചാനൽ ABS ആണ്, ഇതിന് ഡുവൽ ചാനൽ ABS ആണ്. പക്ഷേ ബ്രേക്സ് കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള ബ്രേക്സ് ആണ് ഈ ഒരു വണ്ടിക്ക്. പിന്നെ ആ സസ്പെൻഷൻ ട്രാവലും ആ സസ്പെൻഷൻ്റെ ക്വാളിറ്റിയും നമുക്ക് നല്ലൊരു വ്യത്യാസം രണ്ട് വണ്ടിയിൽ നിന്നും ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ഒരു ഡെയിലി കമ്മ്യൂട്ടർ എന്നുള്ള രീതി നോക്കുവാണ്, ലോങ് ഒന്നും അല്ല, സിറ്റിയിൽ ഓടിക്കാനാണ്, ഒരു ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് KLX 230 ചൂസ് ചെയ്യാം. പിന്നെ പ്രൈസാണ് ആ ഒരു ഡെയിലി കമ്മ്യൂട്ടോ അല്ലെങ്കിൽ ഫൺ ടു റൈഡിൽ കുറച്ചും കൂടെ കംഫർട്ടും കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം കേട്ടോ. ഈ CBU വേർഷൻ ചൂസ് ചെയ്യാം. അതല്ല പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ യു ക്യാൻ ഗോ ഫോർ KLX 230 ഇന്ത്യൻ വേർഷൻ നിങ്ങൾക്ക് മോർ അഫോർഡബിൾ ആയിരിക്കും. പക്ഷേ സർവീസും മെയിൻ്റെനൻസും ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും രണ്ട് വണ്ടി നോക്കാൻ പോയാൽ. അപ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇറ്റ്സ് അപ്പ് ടു യു ഗൈസ്. നിങ്ങൾ എങ്ങനത്തെ രീതിയിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ വണ്ടി, നിങ്ങളുടെ കംഫർട്ടൊക്കെ ഏത് രീതിയിലാണ് നോക്കിയിട്ടാണ് നിങ്ങൾ ശരിക്കും ഈ വണ്ടി ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇതെപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡറി വണ്ടി അല്ലെങ്കിൽ ഒരു ഡെയിലി കമ്മ്യൂട്ടർ വണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹൈലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ കയറ്റി വെച്ച് നിങ്ങൾ കൊണ്ടുപോകണു, നിങ്ങൾ ചില്ല് ചെയ്യണു, ട്രെയിൽസ് ഓടിക്കുന്നു, എക്സ്ട്രാ പെട്രോൾ കൈ പിടിക്കുന്നു, അങ്ങനത്തെ ഒരു റൈഡൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു ടൂറിംഗ് സെറ്റപ്പ് ഈ വണ്ടിയിൽ നിന്ന് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു ടഫ് ചോയ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ ബെറ്റർ എപ്പോഴും വണ്ടി എടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ബോത്ത് ബൈക്സ്. രണ്ട് വണ്ടിയും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, രണ്ട് വണ്ടി ഓടിച്ചു നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണോ അതങ്ങ് ചൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ട് വണ്ടി കേട്ടോ, നമ്മുടെ ഇന്ത്യൻ വേർഷൻ, CBU വേർഷൻ. അപ്പോൾ ഇതൊക്കെ ഓടിച്ച് ഇതിൻ്റെ മെയിൻ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉണ്ടോ ഇവിടെ ഈ കൈ പൊള്ളൂട്ടോ ഈ ഭാഗം, ഇതിന് ഇവിടെ ഒരു ഷീൽഡ് ഉണ്ട്. പിന്നെ പറഞ്ഞത് ഇതിൻ്റെ ഈ ഒരു സസ്പെൻഷൻ്റെ ഈ സാധനം കണ്ടോ, ഇതും അതിൻ്റെ വ്യത്യാസം കണ്ടോ, അത് അവിടം വരെ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര താഴത്തോട്ടാണ് നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സൈഡ് കണ്ടോ താന്ന് നിൽക്കുന്നതും ഇതിൻ്റെ ഉണ്ട് ഇവിടം വരെ ഉള്ളൂ. അത് ഭയങ്കര ലെങ്ത്ത് കൂടുതൽ കേട്ടോ. അതൊക്കെ അതിൻ്റെ ഒരു ഡ്രോബാക്കാണ് നമ്മൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ. കാര്യം ഇത് ഓൾമോസ്റ്റ് ഒരു ട്രെയിൽ റൈഡിങ് ബൈക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഫ്രണ്ട് ഈ ഹെഡ് ലാമ്പിനൊക്കെ 75 രൂപ 35 രൂപ എന്നൊക്കെ പറയണു. അറിയില്ല ഇന്ത്യനും CBU തമ്മിൽ വ്യത്യാസം ഉണ്ടോയെന്ന്. പക്ഷേ കാണാൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയിൽ മെയിൻ മാറ്റങ്ങളും. കംഫർട്ട് വെച്ച് ഓബ്വിയസ്ലി ഞാൻ CBU ചൂസ് ചെയ്യും. പക്ഷേ പ്രൈസ് പോയിൻ്റ് വരുമ്പോഴത്തേക്കും ഞാൻ ഇന്ത്യൻ വേർഷൻ ചൂസ് ചെയ്യും. ഐ ആം റെഡി ടു സാക്രിഫൈസ് ദാറ്റ് കംഫർട്ട് ആൻഡ് ഷോ ആ സസ്പെൻഷനും ആ ഒരു മോർ അഗ്രസീവ് ബ്രേക്കിങ്ങും. കാര്യം ഇതിൻ്റെ ബ്രേക്ക് ഡിസ്ക് വലുതാണ്, പക്ഷേ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. അപ്പോൾ മേ ബി പാഡ്സ് മാറി ഇത് റെഡിയാവും. വൈബ്രേഷൻസ് ഇതിന് കുറച്ച് കൂടുതലാണ് ഇതിനെക്കാട്ടും. അതും ഞാൻ ഐ ആം റെഡി ടു കോമ്പൻസേറ്റ് ദാറ്റ്, എനിക്ക് കുഴപ്പമില്ല. പിന്നെ കംഫർട്ടും ജസ്റ്റ് ഞാൻ ഇത് ലോങ് റൈഡ്സ് ഒന്നും ഉള്ളി ട്രെയിൽസാണ്. അപ്പോൾ അതിന് ഓക്കെ, കൈൻഡ് ഓഫ് ഓക്കെ ആണ് ഞാൻ. അതാണ് എനിക്കിതിൽ മെയിൻ വ്യത്യാസം. റൈഡ് ക്വാളിറ്റി വേണമെങ്കിൽ CBU, അല്ല പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇന്ത്യൻ മെയ്ഡ് 230 ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് 2,30,000 റുപ്പീസും ഇത് 3,90,000 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ്. ഇതാണ് എനിക്ക് ഓടിച്ചിട്ട് തോന്നിയ മെയിൻ ഒരു ഡിഫറൻസും കാര്യങ്ങളും. കാണാനൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആകെ ഒരു ഷാസിയും കൂടെ സെയിം കളറായ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. സോ അതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചി മച്ചാൻ തന്നെയാണ് എൻ്റെ പേര്. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ബെല്ലേക്ക് നിൽക്കാം. അടുത്ത വീഡിയോ ബെല്ലുകൾ അറിയിക്കുന്നതായിരിക്കും. സാധനം മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.